അഞ്ചണയ്ക്ക് ഗതിയില്ലാത്തവൻ ആനയ്ക്ക് വില പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞു പോയത്. കിട്ടിയാ കിട്ടി, പോയാ പോട്ടെ എന്ന് പറഞ്ഞു. ആകാശം ഇടിഞ്ഞ് താഴോട്ട് വന്നാലും തലയിൽ താങ്ങാമെന്നൊരു ധൈര്യമായിരുന്നു ഇതുവരെ. കാരണം നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നല്ലോ. വലിയ മിടുക്കനാണെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ സ്വയം കരുതിയിരുന്നു. പക്ഷെ ഇപ്പം മനസ്സിലായി, നമുക്ക് നിയന്ത്രണമില്ലാത്ത ചിലതൊക്കെ നമ്മളിൽ തന്നെ ഉണ്ടെന്ന്. അവിടെ ബുദ്ധിക്കും സൂത്രത്തിനും ഒന്നും സ്ഥാനമില്ല. ഇതെവിടെയാ സ്ഥലം എന്നറിയോ? എടപ്പള്ളിയാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ സൺഡേ അല്ലേ പള്ളിയിൽ പോയി. അവിടെ ചെല്ലും ഭയങ്കര ഡെക്കറേഷനാട്ടോ, ലൈറ്റുകൾ, ക്രിസ്മസിൻ്റെ. എന്തോരം ജനങ്ങളെ കാണേണ്ടത് തന്നെയാണ്. കാണാത്തവർക്കായിട്ട് തരാട്ടോ. എല്ലാം കണ്ടോളൂ, സപ്പോർട്ടും ചെയ്യണേ. എല്ലാവരും കണ്ടുപോകാതെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഞാൻ എന്തോരം നിങ്ങളോട് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. അപ്പം ഇതെല്ലാവരും കണ്ടോളൂ. കാണേണ്ട കാഴ്ച ചെന്ന് കാണാൻ എന്തോരം ജനങ്ങളാണ് വരുന്നത്. എന്തോരം ആൾക്കാരാണ് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നതെന്ന് അറിയാമോ? എൻ്റെ ദൈവമേ, കാണണം. ഞാൻ അറിഞ്ഞില്ല അവിടെ ഇത്രയും വലിയ പരിപാടി ഉണ്ടെന്ന്. കണ്ണഞ്ചിപ്പിച്ചു ഇന്നലെ പോയപ്പോൾ. എന്താ കാണാൻ, കണ്ടിട്ട് പോരാൻ തോന്നാത്തൊരവസ്ഥ. വണ്ടികളുടെ ബ്ലോക്കോ, അങ്ങോട്ടൊന്നും കടന്നു പോകാൻ പറ്റാത്ത ബ്ലോക്കുകളും. ഇന്നലെ സൺഡേ അല്ലേ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പം പിള്ളേരും വലിയൊരു കുടുംബം അടക്കം ഇറങ്ങിയിരിക്കുക. കാറും ബൈക്കും ഒന്നും പറയേണ്ട, ഭയങ്കര ബഹളമായിരുന്നു. ഇത് എടപ്പള്ളിയാണ് കേട്ടോ, അവിടുത്തെ ഡെക്കറേഷനാണിത്. എൻ്റെ ഒപ്പം കാണണം, തന്നെ കാണണം. നിങ്ങളെല്ലാവരും കൂടി കാണും. ഞാനും പോയി കണ്ടു, അതുപോലെ നിങ്ങളും കാണണം കേട്ടോ. അടിപൊളിയാണ്. പോകാൻ പറ്റുന്നവരൊക്കെ, ഇത് കണ്ടവരൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ പോക്കോ. എടപ്പള്ളിയിലാണ് കേട്ടോ. എടപ്പള്ളി പള്ളി ഫേമസാണ്, എല്ലാവരും അറിയാം. പുണ്യാളൻ്റെ പള്ളിയല്ലേ, കിറീസ് പുണ്യാളൻ്റെ പള്ളിയാണിത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പോയി. ഇന്നലെ രാത്രി എല്ലാം കണ്ടു കേട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. സന്തോഷമായി, മനസ്സിനൊരു ആശ്വാസം, സമാധാനം. മോൻ്റെ ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ് യാത്ര തുടരുമ്പോൾ പള്ളിയിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ പോയി ഞങ്ങളെല്ലാം കണ്ട് കേട്ട് സന്തോഷമായിട്ട് വന്നു കേട്ടോ. ഞാൻ ഇനിയും ഭക്ഷണം കഴിക്കുന്നതും കൂടി, ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പോന്നു, അതും കൂടി ഇടാം. നമ്മൾ ഓരോ കണ്ണുനീരും വരുമ്പോൾ, ഓരോ തകർച്ച വരുമ്പോൾ, ഓരോ ബുദ്ധിമുട്ടിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തിരിച്ചറിഞ്ഞോണം, ഇത് നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം ആരാണെന്ന് ദൈവം പ്രൂവ് ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. മടുത്തു പോവരുത്. ആ ദൈവത്തിന് തെറ്റ് പറ്റില്ല, ആ ദൈവത്തിന്റെ കണക്ക് പിഴക്കില്ല.